നമസ്കാരം, നിസാമാണ്. വെൽക്കം ടു സൈലം ടീച്ചിങ്സ്. മക്കളെ, നമ്മുടെ കേട്ടിട്ട് എക്സാമിൻ്റെ ഗ്രാമർ പാർട്ടിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണല്ലേ ആർട്ടിക്കിൾസ് എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾസ് എ ഉണ്ട്, ആൻ ഉണ്ട്, ദാ ഉണ്ട്, ഈ മൂന്ന് സാധനം ഉണ്ട്. അപ്പോൾ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടത്, ഇവ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ? ചില ആളുകൾക്കൊക്കെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അല്ലേ. അപ്പം ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സാധനമാണ്. ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ നൗണിനെ നമ്മൾ പറയാൻ വേണ്ടി, നൗണിനെ കുറിച്ചിട്ട് നൗൺ സ്പെസിഫിക് ആണോ നോൺ സ്പെസിഫിക് ആണോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സംഭവം എന്താ, ഈ സ്പെസിഫിക് എന്താ, നോൺ സ്പെസിഫിക് എന്താ എന്നൊക്കെ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അറിയുന്നൊരു സാധനം എന്താ, രണ്ട് തരത്തിൽ ആർട്ടിക്കിൾ ഉണ്ട്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്, അതേപോലെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ഉണ്ട്. ഈ രണ്ട് സാധനം ഉണ്ട് എന്ന് പറയാം. എ ഉണ്ട്, ആൻ ആണ്, അതിനെ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എന്ന് വിളിക്കും. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദാ. ഇതെന്താ സംഗതി, പേര് നോക്കിയാൽ തന്നെ നമുക്ക് സാധനം മനസ്സിലാവും. ഇൻഡെഫിനിറ്റ്, ഡെഫിനിറ്റ് അല്ലാത്തത്. ഡെഫിനിറ്റ് ആയത്. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് അല്ലാത്തത്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡെഫിനിഷൻ നമ്മൾ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കൊടുക്കാൻ സാധിക്കാത്തത്. ഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ ഉണ്ടോ, അതുണ്ട്. ഇതിന് ഉദാഹരണമായിട്ട് ഞാനൊരു സാധനം പറഞ്ഞുതരാം. ഐ സോ എ കാറ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ? അതേപോലെ ഐ സോ ദ കാറ്റ് ദാറ്റ് മൈ നെയ്ബർ ഹാഡ് ലോസ്റ്റ് എന്ന് പറയുന്ന ഒരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്ഥലത്തും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു നൗൺ ആണ് കാറ്റ് എന്നുള്ളത്. ഇവിടെ ഞാൻ ആർട്ടിക്കിൾ എ യൂസ് ചെയ്തു, ഇവിടെ ഞാൻ കാറ്റിൻ്റെ മുന്നിൽ ദാ യൂസ് ചെയ്തു. അപ്പോൾ രണ്ടിലും എന്തുകൊണ്ട് ഒരൊറ്റ പെർട്ടിക്കുലർ നൗണിൻ്റെ മുന്നിൽ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഐ സോ എ കാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് കാറ്റ്, ഏത് പൂച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമുണ്ടോ? ഏത് പൂച്ചയും ആവാം. അപ്പോൾ അവിടെ എന്താണ്, എനി പൂച്ച, എനി കാറ്റ് എന്നുള്ള ഐഡിയ വരുന്നത്. അതായത് ഈ കാറ്റിന് കൃത്യമായിട്ടൊരു അഡ്രസ്സ് ഇല്ല, ഡെഫിനിഷൻ ഇല്ല. ഏത് കാറ്റ് അയച്ചാൽ നിങ്ങൾക്ക് അഡ്രസ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ അഡ്രസ്സ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിവിടെ ആർട്ടിക്കിൾ എ കൊടുത്തത്. എന്നാൽ ഇവിടെ നോക്കും നിങ്ങൾ, ഇവിടെ ഏത് പൂച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെയ്ബറിന് നഷ്ടമായിട്ടുള്ള പൂച്ച, അതിനൊരു അഡ്രസ്സ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു അഡ്രസ്സ് ഉണ്ട്. അപ്പൊ ഞാൻ വിച്ച് പൂച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ദ പൂച്ച ദാറ്റ് മൈ നെയ്ബർ ഹാഡ് ലോസ്റ്റ്, എൻ്റെ നെയ്ബറിന് നഷ്ടപ്പെട്ട പൂച്ച. അതിനെ ഞാൻ കണ്ടത്, ഏതെങ്കിലും ഒരു പൂച്ചയല്ല, നേരത്തെ പോലെ ഏതെങ്കിലും ഒരു പൂച്ചയല്ല കണ്ടത്, എൻ്റെ നെയ്ബറിന് നഷ്ടപ്പെട്ട ആ പൂച്ചനെ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അഡ്രസ്സ് ഉണ്ടാവുമ്പോൾ ദാ കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, അഡ്രസ്സ് ഉണ്ടോ ദാ കൊടുക്കുക, അഡ്രസ് ഇല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആന് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഗതി. അതായത് നമ്മൾ പറയുന്ന പെർട്ടിക്കുലർ നൗണിനെ കുറിച്ച് പറയാനാണല്ലോ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ദാ യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ആർട്ടിക്കിൾ കൊടുക്കേണ്ട നൗണിന് അഡ്രസ് ഉണ്ടോ നോക്കുക. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. അഡ്രസ് ഉണ്ടെങ്കിൽ നമ്മൾ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആന് കൊടുക്കണ്ട, അഡ്രസ് ഇല്ലെങ്കിൽ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആന് കൊടുക്കുക, അഡ്രസ് ഉണ്ടെങ്കിൽ ആർട്ടിക്കിൾ ദാ കൊടുക്കുക. ഇതാണ് അഡ്രസ് ഉണ്ടോ എന്ന് നോക്കുക. ഏത് എന്നൊരു ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഉത്തരം ഉണ്ടെങ്കിൽ ദാ കൊടുക്കുക, ഉത്തരം അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ആന് കൊടുക്കുക. അപ്പം നമ്മൾ നേരെ പോവാണ് ഇനി ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആനിലേക്ക് നമ്മൾ പോവാണ് കേട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ എ ആൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് ഇൻഡെഫിനിറ്റ് ആണ്, നോൺ സ്പെസിഫിക് ആണ്. ഏതാണ് നമുക്ക് തിരിച്ചറിയില്ല. ഏതാണ് തിരിച്ചറിയാത്ത സാഹചര്യം ഏതായിരിക്കും? ആദ്യമായിട്ടായിരിക്കും അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ആ നൗണിനെ ആ സെന്റൻസിൽ ആദ്യമായിട്ടായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഫസ്റ്റ് ടൈം ആയിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അതിനെടുത്തിട്ടൊന്നും വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ആദ്യമായിട്ടാണ് ആ നൗണിനെ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. ആ സാഹചര്യത്തിലാണ് നമ്മൾ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആന് കൊടുക്കേണ്ടത്. ഈ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആനിന്റെ മീനിങ് എന്താ വരുന്നത്? ഒരു അല്ലെങ്കിൽ ഒന്ന് എന്നുള്ള ഐഡിയയിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഒന്ന് എന്നുള്ള ഐഡിയയിലാണ് വരുന്നത്. നൗണിനെ ആദ്യമായിട്ട് എടുത്തു പറയുന്ന സാഹചര്യത്തിലാണ് നമ്മൾ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആന് കൊടുക്കുക എന്ന് മനസ്സിലായി. ഇനി ഇത് ഏതൊക്കെ നൗണിന്റെ കൂടെ യൂസ് ചെയ്യാം? കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാം. കൗണ്ടബിൾ നൗൺസ് എന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റുന്ന ചില നൗണുകളുണ്ട്, എണ്ണാൻ പറ്റാത്ത ചില നൗണുകളുണ്ട്. എണ്ണാൻ പറ്റുന്ന നൗണുകൾ നമ്മൾ കൗണ്ടബിൾ നൗൺസ്. ഇത് ഒന്നല്ലേ, ഇത് 2, 3, 4 പേന, 5 പേന, 1 ടീച്ചർ, 2 ടീച്ചർ, 100 ടീച്ചർ, എണ്ണാൻ പറ്റും. കൗണ്ടബിൾ ആണ്. എണ്ണാൻ പറ്റാത്ത ചില സാധനങ്ങളുണ്ട്. വെള്ളം, നമ്മൾ അതിന് ഇത്ര ലിറ്റർ എന്നാ പറയാം. 1 വെള്ളം 2 വെള്ളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. നമ്പർ ഉപയോഗിച്ച് നമ്മൾ എണ്ണാറുണ്ട്? ഇല്ല.
അതേപോലെ മിൽക്ക്, ഷുഗർ, സോൾട്ട്, ഇതൊന്നും നമ്മൾ നമ്പർ ഉപയോഗിച്ച് എണ്ണാറില്ലല്ലോ. ഇതിനെ നമ്മൾ അൺകൗണ്ടബിൾ നൗൺ ആണ്. അപ്പൊ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ ഇത് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം എന്താ? നമ്പർ ഉപയോഗിച്ച് എണ്ണാൻ പറ്റൂല എന്ന് പറയുന്നുണ്ട്. എ അല്ലെങ്കിൽ ആനിന്റെ അർത്ഥം ഒന്നാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്പറാണ്. അപ്പൊ നമ്മൾ അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ അത് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ കൗണ്ടബിൾ നൗണിന്റെ കൂടെ വരും, അൺകൗണ്ടബിളിന്റെ കൂടെ വരില്ല. രണ്ടാമത്തത് സിംഗുലർ ആയിരിക്കണം. ഒന്ന് എന്നാണ് അർത്ഥം വരുന്നത്, സിംഗുലർ ആണ് അല്ലെ. രണ്ട് എന്നാകുമ്പോ അത് പ്ലൂരലായ, പ്ലൂരലിന്റെ കൂടെ വരുമോ? ഇല്ല, പ്ലൂരലിന്റെ കൂടെ വരില്ല. മൂന്നാമത്തത് നമ്മൾ പറഞ്ഞു നോൺ സ്പെസിഫിക് ആണ്. അഡ്രസ് ഉണ്ടോ? അഡ്രസ് ഇല്ല. ഏത് നൗണിനെ കുറിച്ചിട്ടാ പറയുന്നത്? അറിയില്ല. പഠിച്ച തമ്പുരാൻ അറിയാന്ന് പറഞ്ഞ പോലെ അറിയില്ല. അപ്പൊ ഇവിടെ എന്താണ്? സ്പെസിഫിക് ആകുമ്പോ നമ്മൾ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പൊ അഡ്രസ് ഉണ്ടോ നോക്കുക, ഒന്നാമത്തെ കേസ്. രണ്ടാമത്തേത് അത് കൗണ്ടബിൾ ആണോ എന്ന് നോക്കുക. മൂന്നാമത്തെ സിംഗുലർ ആണോ നോക്കുക. ഇത്രയേ ഉള്ളൂ. അഡ്രസ് കൗണ്ടബിൾ ആണോ സിംഗുലർ ആണോ നോക്കുക, ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ. അപ്പൊ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതെങ്ങനെ? അപ്പൊ അത് എ ആൻ ഈ രണ്ടും കൂടെ ഒരു സ്ഥലത്ത് പോവോ? ഇല്ല. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്ക് പഠിച്ചിട്ടുണ്ട് എ ഇ ഐ ഒ യു പഠിച്ചിട്ടുണ്ട് അല്ലെ. വവൽ സൗണ്ട്സ് ആണ് അല്ലെ, വവൽ ലെറ്റേഴ്സ് ആണ് എ ഇ ഐ ഒ. അപ്പൊ ഇതിനെയാണ്, ഇതിന്റെ മുന്നിലാണ് വവൽ ലെറ്റേഴ്സ്. വവൽ ലെറ്റേഴ്സ് ആണ്, ഇതിന്റെ മുന്നിലാണ് നമ്മൾ ആർട്ടിക്കിൾ ആന് കൊടുക്കുക എന്ന് നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറ. ജർമ്മനി ഈസ് ഡാഷ് യൂറോപ്യൻ കൺട്രി. ഈ എന്ന് പറയുന്നത് വവൽ ലെറ്റർ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ആൻ യൂറോപ്യൻ കൺട്രി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങ് പോവാണ്. കേട്ടിട്ട് നമുക്ക് മാർക്ക് കിട്ടുമോ? ഇല്ല. എന്തുകൊണ്ടാ? നമ്മൾ സ്കൂളിൽ പഠിച്ച രീതിയല്ല ആർട്ടിക്കിൾ കൊടുക്കേണ്ടത്. എല്ലാ സ്കൂളിലും പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഞാൻ പഠിച്ച സ്കൂളിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ. ഞാൻ അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. നമ്മൾ വവൽ ലെറ്റേഴ്സ് അല്ല നോക്കാറുണ്ടത്, നമ്മൾ വവൽ സൗണ്ട്സ് ആണ്. ഇംഗ്ലീഷിൽ 44 സൗണ്ട്സ് ഉണ്ട്. അതിൽ 20 സൗണ്ട്സ് വവൽസ് ആണ്. അപ്പൊ 20 സൗണ്ട്സ് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുക? അതൊന്നും നിങ്ങൾ അറിയേണ്ട. നിങ്ങൾ അറിയേണ്ട ഒരു ട്രിക്ക് ഉണ്ട്. അതായത് ആ, ആ, ഇ, ഈ, ഉ, ഊ, ഒ, ഓ, എ, എ ഈ സൗണ്ടുകൾ അങ്ങ് പഠിച്ചു നോക്കുക. അ, ആ, ഇ, ഈ, ഉ, ഊ, ഒ, ഓ, എ, എ ഈ സൗണ്ടുകൾ പഠിക്കുക. ഈ സൗണ്ടുകളാണ് വവൽ സൗണ്ട്. ഈ സൗണ്ടുകൾ വരികയാണെങ്കിൽ, ഈ സൗണ്ടുകളിലാണ് ആ വാക്ക് തുടങ്ങുന്നതെങ്കിൽ, നമ്മൾ പെർട്ടിക്കുലർ വാക്ക് ഈ പറയുന്ന സൗണ്ടിൽ ഏതെങ്കിലും സൗണ്ടിലാണ് തുടങ്ങുന്നത്. അതായത് നമ്മളൊരു വാക്ക് എന്ന് പറയുമ്പോൾ എഴുത്ത് മാത്രമല്ലല്ലോ, നമ്മൾ ഉച്ചരിക്കുക കൂടെ ചെയ്യണ്ടല്ലോ. ഉച്ചരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ആ, ആ, ഇ, ഈ, ഉ, ഊ, ഒ, ഓ, എ, എ ഈ സാധനങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്ത് കൊടുക്കണം? ആർട്ടിക്കിൾ ആന് കൊടുക്കണം. അല്ലാത്ത സാഹചര്യം, ഇതിലല്ലാത്ത ബാക്കി ഏത് സൗണ്ടിൽ വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? ആർട്ടിക്കിൾ എ കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഈ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കണം, നിങ്ങൾ ജർമ്മനി ഈസ് യൂറോപ്യൻ കൺട്രി. യൂറോപ്യനാ, ഇവിടെ യു സൗണ്ടാ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ യൂറോപ്യൻ നമ്മൾ പറഞ്ഞതിൽ യാ സൗണ്ട് ഇവിടെ ഏതെങ്കിലും ഉണ്ടോ? അ, ആ, ഇ, ഈ, ഉ, ഊ, ഒ, ഓ, എ, എ ഇതിൽ യു ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ജർമ്മനി ഈസ് എ യൂറോപ്യൻ കൺട്രി. അപ്പൊ നമ്മൾ ലെറ്റർ നോക്കി പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഏത് പണിയാ? നമ്മൾ വിചാരിക്കും ജോലി കിട്ടുമെന്ന്. ജോലിയല്ല കിട്ടുക, കിട്ടൂല. കേട്ടിട്ട് കിട്ടൂല, പണിയും കിട്ടൂല. അപ്പൊ അത് ഓർത്തിരിക്കട്ടോ. അപ്പോ ലെറ്റർ അല്ല നോക്കേണ്ടത്, നിങ്ങൾ അതിന്റെ സൗണ്ടാണ് നോക്കേണ്ടത്. ജർമ്മനി ഈസ് എ യൂറോപ്യൻ കൺട്രി എന്നുള്ളതാണ്. സോ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ ചെയ്തു നോക്കാം. കേട്ടറ്റ് പരീക്ഷകളിൽ വരുന്ന കുറച്ച് വാക്കുകളൊക്കെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ, ഈ സാധനം മനസ്സിലായോ നോക്കണമല്ലോ. അപ്പൊ നമ്മൾ നേരെ എന്ത് ചെയ്യാണ്? കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാണ്. ഐ സോ ഡാഷ് മാൻ യെസ്റ്റർഡേ. ഒരു മനുഷ്യനെ കണ്ട്. മാൻ എന്ന് പറയുന്ന ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അയാളെ കുറിച്ചിട്ട് കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഏത് മാൻ? ഒന്നും പറയുന്നില്ല. ഏതോ ഒരു മാൻ, എനി മാൻ. അപ്പൊ നമ്മൾ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആനാണ് ഇവിടെ പോവുക. മാൻ മാ സൗണ്ട് ആണ്. നമ്മൾ പഠിച്ച സൗണ്ടിൽ വരുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ഐ സോ എ മാൻ. രണ്ടാമത്തെ നോക്കും നിങ്ങൾ. ഐ ഫൗണ്ട് ഡാഷ് 1 rupee കോയിൻ ഓൺ ദ സൈഡ് വോക്ക് ദിസ് മോർണിംഗ്. യെസ്, ഓ ലെറ്റർ വന്നിട്ടുണ്ട്. നമ്മൾ ആർട്ടിക്കിൾ ആന് കൊടുക്കാൻ നോക്കാം. ശരിയാവോ? ഇതെങ്ങനെ ഉച്ചരിക്കും നോക്കും നിങ്ങൾ. 1 rupee കോയിൻ ആണ്. അപ്പൊ ഇതെന്താ? വാ സൗണ്ടാ വരുന്നത്, ഓ സൗണ്ട് അല്ല.
ഓ ലെറ്റർ ആണെങ്കിലും വാ സൗണ്ടാ. വൺ എന്നാ നമ്മൾ എഴുതുക. വൺ എന്ന് എഴുതുമ്പോൾ വാ സൗണ്ടാ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? എ 1 rupee കോയിൻ എന്ന് കൊടുക്കണം. ഇമ്പോർട്ടൻ്റ് ആട്ടോ 1 rupee കോയിൻ. ഈ സാധനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഐ ഫൗണ്ട് എ 1 rupee കോയിൻ ഓൺ ദ സൈഡ് വാക്ക് ദിസ് മോർണിംഗ്. അടുത്ത നോക്കാം നിങ്ങൾ. റാം ഈസ് ഡാഷ് ഓണസ്റ്റ് മാൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനമാണ്. നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിൽ വരുന്നൊരു സാധനമാണ്. ഈ സാധനത്തിന് നമ്മൾ എങ്ങനെയാ ഉച്ചരിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇത് നമ്മൾ ഹോണസ്റ്റ് എന്നാണോ പറയുക, അതോ ഇത് നമ്മൾ ഓണസ്റ്റ് എന്നാണോ പറയുക? ഹാ സൗണ്ട് ഉണ്ട്, ആ സൗണ്ട് ഓക്കെ. ഇത് ഹാ സൗണ്ട് ആണ്. ഹാ സൗണ്ട് വവൽ സൗണ്ട് അല്ല. അപ്പോൾ ഹോണസ്റ്റ് എന്നാണോ അതോ ഓണസ്റ്റ് എന്നാണോ പറയാം? ഇവിടെ നമ്മൾ മക്കളെ ഈ എച്ച് എന്ന് പറയുന്ന ഈ പുള്ളിക്കാരനെ നമ്മൾ എന്ത് ചെയ്യാറില്ല? ഉച്ചരിക്കാറില്ല. അപ്പൊ ഇയാളെ വിളിക്കുന്ന പേരാണ് സൈലന്റ് എച്ച്. സൈലന്റ് എച്ച് ആയിട്ടുള്ള കുറച്ച് വാക്കുകളുണ്ട്. കുറച്ച് വാക്കുകളുണ്ട്, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. അത് നമ്മൾക്ക് ചെയ്യാം. നമ്മുടെ അവർ അല്ലെ, നമ്മുടെ മണിക്കൂർ പറയുന്ന അവർ, അതേപോലെ ഓണസ്റ്റ് പോലെയുള്ള വാക്കുകൾ എന്ത് ചെയ്യാറില്ല? എച്ച് ഉച്ചരിക്കാറില്ല. അപ്പം ഹോണസ്റ്റ് അല്ല പറയാറ്, തൊട്ടപ്പുറത്ത് ഓ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓണസ്റ്റ് എന്നാ പറയാ. അപ്പോ ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ഓ സൗണ്ട് ആണ്. ഓ നമ്മൾ പറഞ്ഞ സൗണ്ട് ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? റാം ഈസ് ആൻ ഓണസ്റ്റ് മാൻ എന്നുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാട്ടോ ഓണസ്റ്റ് എന്നുള്ളത്. അതിന്റെ മുന്നിൽ ആർട്ടിക്കിൾ ആൻ ആണ് കൊടുക്കേണ്ടത്, കൃത്യമായിട്ട് ഓർത്തിരിക്കും. ദെൻ അടുത്തത് ഐ ഫൊഗോട്ട് ടു ബ്രിങ് ഡാഷ് അംബ്രല്ല. അംബ്രല്ല ആ സൗണ്ട് അല്ലേ? അംബ്രല്ല ആ സൗണ്ട് അല്ലേ? അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ആൻ അംബ്രല്ല. I forgot to bring an umbrella and it started raining heavily എന്നുള്ളതാണ്. അടുത്ത നോക്കാം നമുക്ക്. അയൺ ഈസ് ഡാഷ് യൂസ്ഫുൾ മെറ്റൽ. യു ലെറ്റർ ആണെങ്കിൽ നോക്കണം നിങ്ങൾ, ഇവിടെ യു ആണ്. യൂസ്ഫുൾ യാ സൗണ്ട് ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം? അയൺ ഈസ് എ യൂസ്ഫുൾ മെറ്റൽ. ഇമ്പോർട്ടൻ്റ് ആട്ടോ. അടുത്തത് അതേപോലെ തന്നെയാണ്. ദ ഐഫോൺ ഈസ് നോട്ട് എ യൂസർ ഫ്രണ്ട്ലി ഫോൺ. അടുത്തത് നോക്കാം നമുക്ക്. ഇതാണ് അടുത്ത വാക്ക്. നമ്മുടെ സൈലന്റ് എച്ച് വരുന്ന വാക്കാണ് എയർ. ഇത് നമ്മുടെ കൺഫ്യൂസിങ് വേർഡ്സിൽ വരാറുണ്ട് കേട്ടോ. നമ്മുടെ കേട്ടറ്റ് പരീക്ഷകളിൽ കൺഫ്യൂസിങ് വേർഡ് ആയിട്ട് വരാറുണ്ട്. എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എയർ എന്നാ ഉച്ചരിക്കും. ഇതിന്റെ മീനിങ് വരുന്നത് അവകാശി എന്ന. അവകാശി, നമ്മൾ കിരീടാവകാശി എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു സാധനമാണ് എയർ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? എച്ച് സൈലന്റ് ആണ്. നമ്മൾ ഹെയർ അല്ല പറയുന്നത്, നമ്മൾ എയർ എന്നാണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കും? ആൻ എയർ ടു ദ ത്രോൺ എന്ന് കൊടുക്കും. ഹീസ് ആൻ എയർ ടു ദ ത്രോൺ എന്ന് നമ്മൾ കൊടുക്കും. അപ്പൊ ഇതിന്റെ കൺഫ്യൂസിങ് വേർഡ്സ് ആയിട്ടുള്ള കുറച്ച് വാക്കുകൾ ഒന്നും കൂടെ പഠിച്ചാൽ നമുക്ക് ഹെയർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. ഇത് നമ്മുടെ മുയലുണ്ടല്ലോ, മുയലാണ്, കാട്ടുമുയലിനാണ് നമ്മൾ ഹെയർ എന്ന് പറയുന്നത്. HARE മുയലാണ് കേട്ടോ. മുയൽ. രണ്ടാമത് നമ്മളിപ്പോ പറഞ്ഞ എയർ, ഇതാണ് അവകാശി കേട്ടോ. ദെൻ മൂന്നാമത്തെ ഒരു സാധനം കൂടെ ഉണ്ട്. നമ്മുടെ മുടിക്ക് നമ്മൾ എങ്ങനെയാ പറയാ? HAIR പറയും. ഇതിനാണ് നമ്മൾ മുടി എന്ന് വിളിക്കുക കേട്ടോ. യെസ്. മൂന്നാമത്തത് ഹയർ എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇത് ചിലപ്പോൾ ചോദിച്ചേക്കാം. നമ്മൾ ഹയർ ആൻഡ് ഫയർ പറ്റില്ല. ഒരാൾ നമുക്ക് ജോലിക്ക് എടുക്കുക, ഹയർ ചെയ്യുക. അപ്പം ഹെയർ HARE, HAIR, ഈ സാധനങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ കൺഫ്യൂസിങ് വേർഡ്സ് പരീക്ഷയിൽ വരുന്നൊരു സാധനമാണ്. അത് നിങ്ങളെ സഹായമാവും കേട്ടോ. ദെൻ അടുത്തത് ഷീ വാസ് ഹാഫ് ഡാഷ് അവർ ലേറ്റ്. ഇതെങ്ങനെയാ? ഇവിടെയും സൈലന്റ് ആണ്. അവർ എന്നാണ്, ഹവർ അല്ല. അവർ എന്നാ പറയുന്നത്. നമ്മൾ അവർ അല്ലെ. അപ്പം ഷീസ് ഹാഫ് ആൻ അവർ ലേറ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്ത് നോക്കാം. When Ashish was walking through the street, he met dash one-eyed beggar. One-eyed, നേരത്തെ നമ്മൾ പറഞ്ഞ 1 rupee coin പോലെ a one-eyed beggar on the pavement. Yes. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. I met old friend. അപ്പൊ നമ്മൾ പറയും an old friend എന്ന് പറയാം നമുക്ക്. അടുത്ത ചോദ്യം, യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. രാം വെന്റ് ടു ലണ്ടൻ ഡാഷ് ഇയർ എഗോ. ഇത് നമുക്ക് അറിയാലേ, നമ്മൾ മാതൃഭൂമി ഇയർ ബുക്ക് ഒക്കെ നമ്മൾ പറയുന്നതാണ്. ഇയർ ബുക്ക്. അപ്പൊ ഈ സൗണ്ട് ആണ്. അപ്പൊ ഈ സൗണ്ട് ആവുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ആൻ ഇയർ എന്ന് കൊടുക്കും. എന്നാൽ ഇത് ശരിയാണോ? ഇത് ശരിയല്ല. കാരണം എന്താണ്? ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചെവി എന്നാണ്.
ആക്ച്വലി നമ്മൾ ഇയറിനെ പറയുന്നത് യാ സൗണ്ടാണ്. ഇയർ എന്നാണ്, ഇയർ എന്നാണ് വേണ്ടത്. ഇതാണ് വർഷം വരുന്നത്. ഇയർ, ഈ സൗണ്ട് വരുന്നത് ചെവി, അതാണ് നമ്മുടെ EAR. ഇയർ യാ സൗണ്ടിൽ തുടങ്ങുന്നതാണ് ഇയർ കേട്ടോ. ഇയർ ആണ്, ഇയർ അല്ല, അത് ഓർത്തിരിക്കുക. അപ്പം നമ്മളിവിടെ ആന് കൊടുക്കരുത്, നമ്മളിവിടെ എ കൊടുക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ് ഇയർ എന്നുള്ളത് കേട്ടോ. ഇയർ, എ ഇയർ എഗോ ആണ്. ആൻ ഇയർ, എ ഇയർ സോട്ടോ, അത് കൃത്യമാണ്. യെസ്. ഇനി നമ്മൾ അടുത്ത ചോദ്യം. ജോണ കംപ്ലീറ്റഡ് ഹിസ് സ്റ്റഡീസ് ഫ്രം യൂണിവേഴ്സിറ്റി ഇൻ ഫ്രാൻസ്. യൂണിവേഴ്സിറ്റി, യാ സൗണ്ട് അല്ലേ. അപ്പൊ ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആനെ കുറിച്ച് പറയാനുള്ളത്. ആദ്യമായിട്ടാണ് ആ നൗണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോക്കാം. യൂണിവേഴ്സിറ്റി ആദ്യമായിട്ടാണ് പറയുന്നത്. അതിനെ കുറിച്ചിട്ട് വല്ല അഡ്രസ് ഉണ്ട്? ഏത് യൂണിവേഴ്സിറ്റി? ഫ്രാൻസിലെ ഒരു യൂണിവേഴ്സിറ്റി. ഏത് യൂണിവേഴ്സിറ്റിയാ? ഫ്രാൻസിലെ ഒരു യൂണിവേഴ്സിറ്റി. പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി അല്ല, സ്പെസിഫിക് യൂണിവേഴ്സിറ്റി അല്ല, ഏതോ ഒരു യൂണിവേഴ്സിറ്റി. ഇന്നയാൾ പഠിച്ച യൂണിവേഴ്സിറ്റി എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആർട്ടിക്കിളെ അത് സിംഗുലർ ആയിരിക്കണം, കൗണ്ടബിൾ ആയിരിക്കണം, അതും കൂടെ ഓർത്തിരിക്കണം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാനെ കുറിച്ചിട്ടാണ്. ദാ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ആണ്, അഡ്രസ് ഉണ്ട്. ഏതിനെ കുറിച്ചിട്ട് അയാൾ പറയുന്നത് എന്നുള്ള ധാരണയുണ്ട്. അപ്പൊ 3 കേസിലാണ് ഈ അഡ്രസ് വരും. ഒന്നാമത്തത് ഈ സാധനം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏർലിയർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു പൂച്ചനെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞു, ആ പൂച്ച വലുതായിരുന്നു. ഞാൻ ആ പൂച്ചനെ ഒരിക്കൽ പറഞ്ഞു, വീണ്ടും ആ പൂച്ചനെ ഞാൻ എടുത്തു പറയാണ്. അപ്പം മെൻഷൻ ചെയ്യാണ്, ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുമ്പോൾ ആ നൗണിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് പറയാണ്. പൂച്ചനെ കുറിച്ചിട്ട് പറഞ്ഞു, എൻ്റെ നെയ്ബറിന് നഷ്ടപ്പെട്ട പൂച്ച. അപ്പൊ നമ്മൾ അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ്. ആ പൂച്ചനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാണ്, ഇന്നലെ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഇന്നലെ കണ്ട, അങ്ങനെയൊക്കെ ഉള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. മൂന്നാമത്തത് അതൊരു യുണീക്ക് ആയിട്ടുള്ള സാധനമായിരിക്കണം. അതായത് യുണീക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗാ റിവർ യുണീക്കാണ്. ഏതിനെ കുറിച്ചിട്ട് ആ പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഏതാ? ഗംഗാ റിവർ. അപ്പൊ യുണീക്ക് ആയിട്ടുള്ള എൻറ്റിറ്റിക്കൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? ആർട്ടിക്കിൾ താ കൊടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു ബേസ് സാധനം കേട്ടോ. അപ്പം ഓൾറെഡി മെൻഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിരിക്കണം. ഇതായിരിക്കുമ്പോഴാണ് നമ്മൾ ആർട്ടിക്കിൾ താ യൂസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞു നമ്മൾ കൗണ്ടബിളിന്റെ കൂടെയും സിംഗുലറിന്റെ കൂടെയും മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കൗണ്ടബിൾ നൗണിന്റെ കൂടെ ഇത് ഉപയോഗിക്കാം, അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കാം, സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യാം, പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യാം. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഇതിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ നോക്കാം. അഡ്രസ് ഉണ്ടോ? ഈ പറയുന്ന സാധനങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ അഡ്രസ് ഉണ്ടോ നോക്കാം. അഡ്രസ് എങ്ങനെയാ വരിക എന്ന് ഞാൻ പറഞ്ഞു, മെൻഷൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ അതൊരു യുണീക്ക് ആയിട്ടുള്ള എൻറ്റിറ്റി ആയിരിക്കണം. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. ഐ ബോട്ട് ഡാഷ് പെൻ റൈറ്റ്സ് വെൽ. ഇവിടെ ആദ്യത്തെ സെന്റൻസ് നോക്കും നിങ്ങൾ. പെൻ എന്ന് പറയുന്നതിന് ആദ്യമായിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ദെൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, സിംഗുലർ ആണ്, കൗണ്ടബിൾ ആണ്, വവൽ സൗണ്ടിലല്ല തുടങ്ങുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ഐ ബോട്ട് എ പെൻ. വീണ്ടും ഞാൻ ആ പെന്നിനെ കുറിച്ചിട്ട് വീണ്ടും പറയാണ്, ആ പെന്ന് നന്നായിട്ട് എഴുതും. അപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മേടിച്ച പേനയാണ്. ഈ പെന്നിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മേടിച്ച പേനയാണ്. അപ്പൊ അഡ്രസ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ എന്ത് കൊടുക്കണം? ദ പെൻ റൈറ്റ്സ് വെൽ. അപ്പൊ ഓൾറെഡി ആ നൗണിനെ എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഇതാക്കണം. അടുത്ത നോക്കൂ നിങ്ങൾ. ബുക്ക് ദാറ്റ് ഐ റെഡ് ലാസ്റ്റ് നൈറ്റ് വാസ് ഗ്രേറ്റ്. ബുക്ക് നൗണ്. ഇതിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ കണ്ടോ നിങ്ങൾ? ഞാൻ ഇന്നലെ രാത്രി വായിച്ച അത് നന്നായിരുന്നു. അപ്പോൾ ആ ബുക്ക് ഏതെങ്കിലും പുസ്തകമല്ല, ഞാൻ ഇന്നലെ രാത്രി വായിച്ച പുസ്തകമാണ്. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കും, ദ ബുക്ക് ദാറ്റ് ഐ റെഡ് ലാസ്റ്റ് നൈറ്റ് വാസ് ഗ്രേറ്റ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. കൈൻഡ്നെസ് ഓഫ് ദ ടീച്ചർ ഈസ് അപ്രീഷിയേറ്റ്. കൈൻഡ്നെസ് എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. കൈൻഡ്നെസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ ഒന്നും കൊടുക്കില്ല. അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെ നമ്മൾ സാധാരണ ആർട്ടിക്കിൾ കൊടുക്കില്ല. ഇതൊരു പെർട്ടിക്കുലർ കൈൻഡ്നെസ് ആണ്. ആരുടെ കൈൻഡ്നെസ്സാ? ഏത് കൈൻഡ്നെസ്സാ? ടീച്ചറുടെ കൈൻഡ്നെസ്സാ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? ദ കൈൻഡ്നെസ് ഓഫ് ദ ടീച്ചർ ഈസ് അപ്രീഷിയേറ്റ്. ആ ടീച്ചറുടെ കൈൻഡ്നെസ്സാണ്, വേറെ ആരുടെയും അല്ല, ജനറൽ ആയിട്ട് പറയല്ല കേട്ടോ. ദെൻ അടുത്തത് നോക്കും നിങ്ങൾ. 9th ചാപ്റ്റർ ഓഫ് ദ ബുക്ക് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ്. ചാപ്റ്റർ എന്ന് പറയുന്ന ഒരു നൗൺ ഉണ്ട്, അതിനെ കുറിച്ചിട്ട് പറയാനാണ് 9th ചാപ്റ്റർ. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് 9ാമത്തെ ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന് അഡ്രസ് ആയില്ലേ 9ാമത്തെ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാർഡിനൽ നമ്പേഴ്സിന്റെ കൂടെ എന്താണ് നമ്മൾ ദാ കൊടുക്കട്ടോ. ദ 9th ചാപ്റ്റർ ഓഫ് ദി ബുക്ക് വാസ് മോസ്റ്റ് എക്സൈറ്റിംഗ്.
അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് വാട്ടർ. വാട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റൂല. വാട്ടർ ഈസ് ഹെൽത്തി, വി നീഡ് ടു ഡ്രിങ്ക് വാട്ടർ എന്നൊക്കെ നമ്മൾ പറയും. അവിടെ ഒന്നും ഞാൻ ആർട്ടിക്കിൾ ഒന്നും കൊടുത്തില്ല. എന്നാൽ ഇൻ ദ വെൽ, കിണറ്റിലെ, ഈ പെർട്ടിക്കുലർ കിണറ്റിലെ വെള്ളം, ഏതെങ്കിലും ജനറൽ ആയിട്ട് പറയല്ല, ഈ പെർട്ടിക്കുലർ കിണറ്റിലെ വെള്ളം ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും? ദ വാട്ടർ ഇൻ ദിസ് വെൽ ഈസ് അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അടുത്ത നോക്കും നിങ്ങൾ. ബസ് ഐ ട്രാവൽ ഓൺ യെസ്റ്റർഡേ ഹാഡ് ഡാഷ് റിയലി ഗുഡ് പ്ലേലിസ്റ്റ്. നോക്കണം നിങ്ങൾ, ഞാൻ ഇന്നലെ യാത്ര ചെയ്ത ബസ്, പെർട്ടിക്കുലർ ബസ്, ദ ബസ് ഹാഡ് എ റിയലി ഗുഡ് പ്ലേലിസ്റ്റ്. പ്ലേലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ്. പ്ലേലിസ്റ്റ്സ് എന്ന് നമുക്ക് പറയാം. അതിനൊരു പ്ലേലിസ്റ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്? എ റിയലി ഗുഡ് പ്ലേലിസ്റ്റ് എന്ന് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യം ചെയ്യാം. യെസ്, ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമുക്ക് നോക്കട്ടെ. വൈൽ വിസിറ്റിംഗ് ഈജിപ്ത് ഐ വെന്റ് ടു സീ നൈൽ. നൈൽ എന്ന് പറയുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള സാധനമാണ്. അതൊരു റിവർ ആണ്. റിവറിന്റെ പേരിന്റെ മുന്നിൽ നമ്മൾ ആർട്ടിക്കിൾ ദാ കൊടുക്കണം എന്നുള്ളതാണ് റൂള്. അപ്പം നമ്മൾ എന്ത് ചെയ്യാണ്? അതും കൂടെ കൊടുക്കണം. സോ ഇത്രയാണ് ബേസ് ആയിട്ടുള്ളൊരു സാധനം. ഈ ബേസ് സാധനം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആർട്ടിക്കിൾ എ എങ്ങനെ കൊടുക്കാം, ആർട്ടിക്കിൾ ആൻ എവിടെ കൊടുക്കണം, ആർട്ടിക്കിൾ ദ എവിടെ കൊടുക്കണം. ഇത് അതിൻ്റെ ഒരു ബേസിക് സാധനമാണ്. ഈ ബേസിക് സാധനത്തിൽ നിന്നാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബിൽഡ് ചെയ്യണം. ഈ ബേസിക് സാധനം ഒരു കേട്ടറ്റ് ഉദ്യോഗാർത്ഥി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഗ്രാമറിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം? വീഡിയോസുമായിട്ട് വരാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഓൾ. യെസ്.